Hi friends, welcome back to Jannath. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്തൊരു ദിവാലി സ്പെഷ്യലുമായിട്ടാണ്. നല്ല അടിപൊളി സ്വീറ്റ് ആണിത്. സൂര്യകല ചന്ദ്രകല പേര് പോലെ തന്നെ ഇതാ കണ്ടാൽ അറിയാലോ, സൂര്യൻ്റെ ഷേപ്പിലും ചന്ദ്രൻ്റെ ഷേപ്പിലാണ് ഈ സംഭവം. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. നല്ല നട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. ഇതിങ്ങനെ ഈ ഷുഗർ സിറപ്പിൽ ഇങ്ങനെ സോക്ക് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സിറപ്പിൽ കുതിർന്ന് ഇതിങ്ങനെ പൊട്ടിച്ച് കണ്ട നല്ല അടിപൊളി ഫില്ലിംഗ് ഒക്കെയാണ്. അപ്പോൾ നല്ല കിടിലൻ സ്വീറ്റ് ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു ബൗളിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സ്മൂത്തായി വരുന്ന വരെ നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഖോയ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 ലിറ്റർ പാല് കുറുക്കി എടുത്തതാണിത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 2 ടേബിൾ സ്പൂൺ ആൽമണ്ട്, 2 ടേബിൾ സ്പൂൺ പിസ്താഷ്യോ, ബ്ലാക്ക് കറന്റ് 2 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് കൂടുതൽ സ്വീറ്റ്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ സിറപ്പിൽ ഇടുമ്പോൾ കൂടുതൽ സ്വീറ്റ്നെസ് ആണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സിറപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഷുഗർ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഡിസോൾവ് ചെയ്യണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കുങ്കുമപ്പൂവും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഒട്ടി പിടിക്കുന്ന ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഈ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് നൈസായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ഉണ്ടാക്കാം. ഈ ഓരോ ബോൾസ് നമുക്ക് റോളിംഗ് പിന്ന് വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നല്ല കട്ടി ഉണ്ടാവാനും പാടില്ല, എന്നാൽ നേരിയതാവാനും പാടില്ല. ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചന്ദ്രക്കല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജസിൽ മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് പുറത്തേക്ക് വരരുത്. വിരലുകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നല്ല ഭംഗിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ നൈസായിട്ട് നമുക്കൊന്ന്
അരികൊക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് ചന്ദ്രകല ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് സൂര്യകല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഫില്ലിങ് വെച്ചിട്ട് എഡ്ജിലൊക്കെ മിൽക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേറൊരു സർക്കിൾ ഷേപ്പാണ് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കേണ്ടത്. അത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി എഡ്ജസൊക്കെ നമുക്ക് പ്രസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണത്. രണ്ടും രണ്ട് ഷേപ്പിലായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. സൂര്യൻ്റെ ഷേപ്പിലും ചന്ദ്രൻ്റെ ഷേപ്പിലും. അതുകൊണ്ടാണ് സൂര്യകല ചന്ദ്രകല എന്നൊക്കെ പറയുന്നത്. ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ്. അങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അതേപോലെ നല്ല ഭംഗിയിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നല്ല ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, ഇല്ലെങ്കിൽ കുക്കായി കിട്ടില്ല. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ കുക്കായി വരുന്ന രീതിയിൽ നിങ്ങൾ ഇത് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരു ടിഷ്യൂ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുത്തോളൂ. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് സിറപ്പിൽ സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി ദിവാലി സ്വീറ്റ്സ് ആണ്. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പി കാണുന്നവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.